വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് ആദ്യം. കാസർഗോഡ് 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ സെന്റ് ഓഫ് ആഘോഷിക്കാൻ ലഹരി പാർട്ടി. സംഭവത്തിൽ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിറ്റയാൾ പിടിയിൽ. കളനാട് സ്വദേശി സമീർ കെയാണ് പിടിയിലായത്. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുകയാണ്. ദിസ്ന, വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത. 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ യാത്രയയപ്പ് ആഘോഷിക്കാൻ ലഹരി പാർട്ടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. കേരളത്തിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തെല്ലാമാണ് ഇത് സംബന്ധിച്ച്? സാധാരണയായി സ്കൂളുകളിലൊക്കെ സെന്റ് ഓഫ് പാർട്ടി നടത്തുമ്പോൾ സാധാരണയായി കലാപരിപാടികളോ മറ്റ് ആഘോഷ പരിപാടികളോ ആണ് ഉണ്ടാവുന്നത്. എന്നാൽ ഇതാ സ്കൂൾ വിദ്യാർത്ഥികൾ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് സെന്റ് ഓഫിന്റെ ആഘോഷ പരിപാടി നടത്തിയിരിക്കുന്നു എന്ന കണ്ടെത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ സ്കൂൾ വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസം ഈ സെന്റ് ഓഫ് പാർട്ടിക്കിടെ ലഹരി ഉപയോഗിച്ചു എന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് ജില്ലാ പോലീസ് മേധാവിയും സ്പെഷ്യൽ സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ നിരീക്ഷണം നടത്തുകയായിരുന്നു. തുടർന്നാണ് ഈ സ്കൂളിൽ വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്താൻ സാധിച്ചത്. തുടർന്ന് ഈ കുട്ടികൾക്ക് കഞ്ചാവ് വിതരണം ചെയ്ത വ്യക്തിയെ പോലീസ് പിടികൂടുകയും ചെയ്തു. കളനാട് സ്വദേശിയാണ് ഇവർക്ക് കഞ്ചാവ് എത്തിച്ചു കൊടുത്തത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ സ്വദേശി സമീർ കെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. NDPS ആക്ട് പ്രകാരം ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 77 പ്രകാരവും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ പിടികൂടുന്നതിനിടെ ഈ പ്രതി പോലീസിനെ ആക്രമിച്ചിട്ടുണ്ട്. ആ ആക്രമണത്തിന്റെ ഭാഗമായി മറ്റൊരു കേസ് കൂടി ഈ പ്രതിക്കെതിരെ ഈ പ്രതിയുടെ മേൽ ഉണ്ട്, പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്തായാലും വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ ലഹരി പാർട്ടി ഉപയോഗിച്ച് സെന്റ് ഓഫ് ആഘോഷമാക്കിയിരിക്കുകയാണ് ഒരു വിദ്യാലയം. എന്തായാലും പോലീസ് പറയുന്നത് ഇത് അനുബന്ധിച്ച് ഇതിൽ മറ്റു കണ്ണികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന പരിശോധന കർശനമാക്കിയിരിക്കുകയാണ്. ഇയാൾ മാത്രമാണോ ഈ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് എത്തിച്ചു കൊടുത്തത്, അതോ മറ്റു ഇടനിലക്കാർ ഇതിനിടയിൽ ഉണ്ടോ? സ്ഥിരമായി ഇത്തരത്തിൽ ഈ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള ലഹരി വിതരണം നടത്തുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ തന്നെയും പരിശോധിക്കുമെന്ന് തന്നെയാണ് പോലീസിൽ നിന്നും നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ശരി ദിസ്നയാണ് വളരെ ഞെട്ടിപ്പിക്കുന്ന ഈ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്.